വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പാരഗൺ സ്റ്റൈൽ ചെമ്മീൻ മാങ്ങാക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളകും കൂടിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയിട്ട് കുറച്ചധികം ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി മാത്രം ഇട്ടിട്ടാണ് കറിയാക്കുന്നത്. ചെറുള്ളി ഉപയോഗിച്ചാലേ കറിയുടെ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് സമയം മൂടി വെക്കുക, തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഹാഫ് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയുണ്ട് ഞാൻ ഹാഫ് ചേർത്തേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുള്ള് മാങ്ങ വേണ്ടിയൊക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ 250 ഗ്രാം ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീൻ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീനിലേക്ക് ഇപ്പം നല്ല മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 7 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് ഇതിനി അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. കറിയിലേക്ക് അത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മീൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലിൽ കുറുകിയ കറിയാണ്. ചൂട് ചോറിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.